മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദിമിയുടെ കൂടുമാറ്റത്തിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഇറക്കാൻ പോകുന്നതെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ നിഖിൽ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഡൂറന്റ് കപ്പ് മത്സരങ്ങൾക്ക് മുൻപ് ബ്ലാസ്റ്റേഴ്സ് ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്ലാനുകളുമായി ബന്ധപ്പെട്ട് നിഖിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇന്നലെ രാത്രി നടത്തിയിട്ടുമുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ദിമിത്രോസിന്റെ കൂടുമാറ്റത്തിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമിത്രോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറുമെന്നും അദ്ദേഹം ഈസ്റ്റ് ബംഗാളുമായിട്ട് ഓൾമോസ്റ്റ് ഡീലൊക്കെ ഡണ്ണായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് IFTWCയും 90 സ്റ്റോപ്പേജ് എന്ന എക്സ് അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദിമിയെ സ്വന്തമാക്കാനുള്ള റേസിൽ ഇപ്പോൾ മുംബൈ സിറ്റി FC ആണ് മുൻപന്തിയിലുള്ളത്. ഈസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ദിമിക്ക് ഓഫർ ഉണ്ടെങ്കിലും മുംബൈ സിറ്റി FC ആണ് ഇപ്പോൾ അഡ്വാൻസ് ടോക്കിലൊക്കെ ഉള്ളതെന്ന രീതിയിലാണ് IFTWC ഒക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത്. ഗോൾഡൻ ബൂട്ട് വിന്നറെ സ്വന്തമാക്കാൻ ISL ക്ലബ്ബുകൾ നെട്ടോട്ടത്തിലാണെന്നും ദിമിക്കായി മികച്ച ഓഫറുകൾ ഓരോ ടീമുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും മുംബൈ സിറ്റി FC ആണ് ഇപ്പോൾ ദിമിയെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടറായ നിഖിൽ ഒരുപാട് അപ്ഡേഷനുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ പദ്ധതികളെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറന്റ് കപ്പ് മത്സരങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ സൈനിങ്ങുകളും പൂർത്തിയാക്കുമെന്ന രീതിയിലാണ് നിഖിൽ പറയുന്നത്. സൈനിങ്ങുകളെല്ലാം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലാക്കുമെന്ന രീതിയിലും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിഖിൽ നൽകിയിട്ടുള്ള ഈ ഒരു അപ്ഡേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഡൂറന്റ് കപ്പ് മത്സരങ്ങൾക്ക് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് തകൃതിയോടുകൂടി സൈനിങ്ങുകളെല്ലാം പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ ഡൂറന്റ് കപ്പിന് ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമുമായിട്ടാകും ഇറങ്ങുക എന്നൊരു കാര്യം വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളെക്കുറിച്ച് മറ്റൊരു അപ്ഡേഷൻ ഗോളിഞ്ച് പങ്കുവെക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ സ്വീഡിഷ് പരിശീലകൻ മിക്കാൽ സ്റ്റെയറെ ജൂലൈ ആദ്യ വാരത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നും ജൂലൈ 10 ശേഷം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് സജീവമാകും. അതായത് ജൂലൈ 10 ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് എല്ലാ വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഇന്ത്യൻ താരങ്ങളും എത്തിച്ചേരുമെന്ന് ചുരുക്കം. ബ്ലാസ്റ്റേഴ്സ് ഡൂറന്റ് കപ്പ് മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് കൊണ്ട് ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള പദ്ധതികളും ഉണ്ടെന്നും ഗോളിന്റെ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഡൂറന്റ് കപ്പ് മത്സരങ്ങൾ തുടങ്ങുന്നത് ജൂലൈ 26 കൂടിയാണ്. ഇതിനു മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എല്ലാ താരങ്ങളും എത്തിച്ചേർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് ഗോൾ ഇന്ത്യയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള അപ്ഡേഷനുകൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.